ശ്രീ എ സജീവൻ, നിരവധി ഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യം അവർക്ക് തന്നെ ശേഷിക്കുറവ് സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. അതിൻ്റെ ആഘാതം ഇന്ത്യയിലെ മതേതരത്വ പ്രസ്ഥാനത്തിന് വരെ ഉണ്ടായി. കോൺഗ്രസ് നശിക്കണം എന്ന അർത്ഥത്തിലല്ല നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഒരു ഇന്ത്യയിൽ നിലനിൽക്കുന്ന മതേതര പ്രസ്ഥാനം താരതമ്യേന സംഘപരിവാർ എതിർവശത്ത് നിൽക്കുന്നതുകൊണ്ട് കൂടുതലായി ഈ കോൺഗ്രസ് ശക്തിപ്പെടണം, അതിൻ്റെ ആഭ്യന്തരപരമായ കാര്യങ്ങളൊക്കെ ഉൾക്കരുത്തോടു കൂടി വികസിക്കണം എന്ന് എല്ലാ മതേതര വിശ്വാസികളും ആഗ്രഹിക്കുന്നു. ശശി തരൂരും ആഗ്രഹിക്കുന്നു. അതാണ് ശശി തരൂർ ചില ക്രിയാത്മക വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് നോക്കാം. നരസിംഹറാവുവിന് ശേഷം ഇപ്പോൾ സീതാറാം കേസരിയെ അടക്കം തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വത്തെ അടക്കം കണ്ണീരോടെ കരയിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തിട്ട് സോണിയാഗാന്ധിക്ക് ജയ് വിളിച്ച് അവിടെ കയറ്റിയിരുത്തിയ ജനാധിപത്യ വിരുദ്ധത, അതിന് സഫർ ചെയ്യേണ്ട വന്ന നിരവധി ഘടകങ്ങൾ. 13 ദിവസത്തെ വാജ്പേയിയുടെ ഭരണത്തിൽ പോലും അവർ പറഞ്ഞത് ഒരു വിദേശി ഇതാ നോക്കൂ നെഹ്റു കുടുംബത്തിലൂടെ ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, അങ്ങനെ പറയാൻ സംഘപരിവാറിന് ആയുധം കൊടുത്തു. 1. 2, നിരവധി ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗുലാം നബി ആസാദിന്, പിന്നെ അത് മാത്രമല്ല പ്രണബ് കുമാർ മുഖർജിക്ക് സ്ഥാനം നഷ്ടമായത്. ഇങ്ങനെ നിരവധി ഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യം കൊണ്ടുണ്ടായ അവരുടെ ശേഷിക്കുറവ് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വലിയ ആഘാതം ഏൽപ്പിച്ചു. അത് ഇനിയും തുടരണമോ എന്ന ചോദ്യം ഒരു ചർച്ചയായി ഉയരണ്ടേ കോൺഗ്രസിനുള്ളിൽ? വേണ്ടേ ശ്രീ എ സജീവൻ? തീർച്ചയായിട്ടും. അത് ഇപ്പോൾ മാത്രമല്ല, ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ കാര്യമാണെങ്കിലും അത് ആവർത്തിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഗാന്ധി കുടുംബം എന്ന് ഈ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നു. ഗാന്ധി കുടുംബം എന്ന് പറയും പല ആളുകളുടെ ധാരണ ഇത് മഹാത്മാഗാന്ധിയുടെ കുടുംബമാണെന്നുള്ളത്. മഹാത്മാഗാന്ധിയുടെ കുടുംബമല്ലല്ലോ നെഹ്റു കുടുംബം. അതായത് മാത്രമല്ല, അക്കാലത്ത് ഇപ്പൊ ശശി തരൂര് മത്സരിക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹം ഈ കൂടുതൽ സ്ഥാനമോഹിയായിരുന്നു എന്ന രീതിയിലൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഇതേ കാര്യം പണ്ട് മോത്തിലാൽ നെഹ്റു, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരു തവണ 1925 ഒറ്റ തവണ മാത്രമാണ് ഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. പിന്നീട് ഒരിക്കൽ പോലും കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടില്ല. മാത്രമല്ല കുറെ കാലം, കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം കോൺഗ്രസിന്റെ അംഗത്വം പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ പോലും തന്റെ മകനെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് മോത്തിലാൽ നെഹ്റു ഗാന്ധിയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഗാന്ധി അദ്ദേഹത്തിന്റെ മൈ ലെറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ കാണാം. അദ്ദേഹം മോത്തിലാലിന് എഴുതിയ കത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള പക്വത ഇപ്പോൾ ജവഹറിനായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് തൽക്കാലം മാറ്റി. പക്ഷെ പിന്നീട് ജവഹർലാൽ നെഹ്റു ഒന്നിലേറെ തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഒന്നാമത്തെ പ്രധാനമന്ത്രിയാണെന്നുള്ള മാത്രമല്ല അദ്ദേഹം പ്രധാനമന്ത്രി ആയതൊക്കെ നന്നായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ആ സ്ഥാനം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു പട്ടേൽ. പട്ടേലിന്റെ ഗാന്ധി തന്നെയാണ് യഥാർത്ഥത്തിൽ നെഹ്റുവിനെ നോമിനേറ്റ് ചെയ്യുന്നത്. ഗാന്ധി നോമിനേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പട്ടേലിനോട് ഇഷ്ടക്കുറവുണ്ടായിട്ടില്ല. പട്ടേൽ ഗാന്ധിയുടെ നാട്ടുകാരനാണ്. 3 ഭാഷയിൽ ഗാന്ധിക്ക് പട്ടേലിനോട് സംസാരിക്കാം. ഹിന്ദിയിൽ സംസാരിക്കാം, ഗുജറാത്തിയിൽ സംസാരിക്കാം, ഇംഗ്ലീഷിൽ സംസാരിക്കാം. നെഹ്റുവിനോട് ഗുജറാത്തിയിൽ സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത വിശ്വസ്തനായിട്ടുള്ള അനുയായിയായിരുന്നു പട്ടേൽ. പക്ഷേ പട്ടേൽ ഹിന്ദുത്വവാദിയാണ് എന്നൊറ്റ കാരണം കൊണ്ടാണ് അത് പിന്നെ അങ്ങനെയില്ലാത്ത ഒരു സോഷ്യലിസ്റ്റ് ആയ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആളെന്നതിൽ ഗാന്ധി വളരെ കൃത്യമായിട്ടും എന്റെ പിന്നെ വത്സല ശിഷ്യനാണ്, എന്റെ എന്താണ് അനന്തരാവകാശിയാണ് എന്ന രീതിയിൽ നെഹ്റുവിനെ കൊണ്ടുവരുന്നു. പക്ഷെ അതേ നെഹ്റു ഗാന്ധിക്ക് രൂക്ഷമായ രൂപത്തിൽ കത്തെഴുതിയിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നത് ഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന സങ്കല്പത്തെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചു. മാത്രമല്ല ഇന്ത്യയിലെ പിന്നെ ഭരണഘടന തയ്യാറാക്കുമ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ ശ്രമിച്ച 2 പേരിൽ ഒരാള് നെഹ്റുവാണ്. രണ്ടാമത്തെ ആള് അംബേദ്കറാണ്. അത് ശുദ്ധ വിഡ്ഢിത്തമാണെന്ന് നെഹ്റു നേരിട്ട് ഗാന്ധിക്ക് കത്തെഴുതുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ എന്നാൽ പോലും നെഹ്റു എന്ന് പറയുന്നത് കുറെ കൂടി പുരോഗമനവാദിയായിരുന്ന ആളാണ്. അതുകൊണ്ട് വളരെ നല്ല ആദ്യത്തെ പ്രധാനമന്ത്രികളിലേക്ക് അദ്ദേഹം തന്നെയായിരുന്നു യോഗ്യൻ. പക്ഷെ അദ്ദേഹം ചെയ്തത് വേറൊരു കാര്യമാണല്ലോ. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കെ തന്റെ മകളെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി. അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്ന് നമുക്ക് പറയുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ മകളെ പ്രസിഡന്റ് ആക്കാൻ പാടില്ലല്ലോ. അതിനുശേഷമാണ് ആദ്യമായി കോൺഗ്രസിനകത്ത് വലിയ ശത്രുതയുണ്ടാകുന്നത്. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ രജനീകാന്ത് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇന്ദിരാഗാന്ധിക്കും നെഹ്റു കുടുംബത്തിന് എതിരാവുന്നത്. മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ള ആളുകൾ. നെഹ്റുവിന്റെ മരണം വരെ പ്രശ്നങ്ങൾ ഉണ്ടായാലും മരണത്തിന് ശേഷം പോലും നമ്മൾ നോക്കും പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനവും കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും ഏറ്റെടുക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി തയ്യാറാവുന്നു.
അപ്പോഴാണ് പിളർപ്പ് കോൺഗ്രസിന്റെ ആദ്യത്തെ പിളർപ്പുണ്ടാകും. സംഘടനാ കോൺഗ്രസുകാർ കോൺഗ്രസിലെ ഉന്നതരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരും പോകുന്ന അവസ്ഥയുണ്ടാവുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നോക്കൊണ്ടു ഇന്ദിരാഗാന്ധിയുടെ അവസാന ഘട്ടത്തിൽ അവര് അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി, കോൺഗ്രസിന്റെ ഒന്നുമല്ലാതെ സഞ്ജയ് ഗാന്ധിയാണ് അക്കാലത്ത് മൊത്തമായിട്ട് രാജ്യം ഭരിച്ചിരുന്നുള്ള കാര്യം നമുക്കറിയാം. അക്കാലത്ത് ഒന്നുമല്ലായിരുന്നു രാഹുൽ ഗാന്ധി, അദ്ദേഹം പൈലറ്റായിട്ട് ജോലി ചെയ്യായിരുന്നല്ലോ. പക്ഷെ സഞ്ജയ് ഗാന്ധി മരിക്കുന്നു, അതിനുശേഷം 84 ഇന്ദിരാഗാന്ധി മരിക്കുന്നു. ആ സമയത്ത് പൈലറ്റ് ആയിരുന്ന രാജീവ് ഗാന്ധിയെ ഇവിടെ കൊണ്ടുവരുന്നു. അവിടെ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്ത ആള് വരുന്നു. അന്നൊക്കെ കോൺഗ്രസിൽ ധാരാളം നേതാക്കന്മാരുണ്ട്. അത് അത്രയോ വളരെ ഉന്നത ശീർഷന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിട്ട് പോലും പരിഗണിച്ചില്ല. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം സോണിയാഗാന്ധിയെ കൊണ്ടുവരുന്നു. അപ്പോഴൊക്കെയാണല്ലോ ഇവര് ഈ ഓരോ ഘട്ടങ്ങളിലും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിനോട് ഒട്ടി നിന്നിരുന്ന ആളുകളായിരുന്നു അരുൺ ഗാന്ധി പോലുള്ള ആളുകളൊക്കെ. അവരൊക്കെ കോൺഗ്രസിന് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? VP സിംഗ് അക്കാലത്ത് ധനകാര്യമന്ത്രിയായിരുന്നില്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ള വളരെ ഉന്നതരായിട്ടുള്ള ആളുകളൊക്കെ കോൺഗ്രസിന് വിട്ടുപോകുന്നതിന് കാരണം ഒരു കുടുംബാധിപത്യത്തിനോടുള്ള എതിർപ്പായിരുന്നു. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധിക്ക് ശേഷം സോണിയാഗാന്ധിയുടെ പേരാണ് വരുന്നത്. ശരത് പവാറിനെ പോലുള്ള ഒരാൾ, ഉന്നത ശീർഷനായിട്ട് ഒരാള് പാർട്ടി വിട്ടു പോകുന്നു. അവര് ഇതൊക്കെ ഓരോ ഘട്ടങ്ങളിലും ഈ മാറ്റം വരും. ഇതാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് വന്നപ്പോഴും രാഹുൽ ഗാന്ധി ശരത് പവാർ, സഗ്മ, അൻവർ, PA സഗ്മ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രപതിയാക്കാൻ പറ്റിയ ഒരാള്, പ്രധാനമന്ത്രിയാക്കാൻ പറ്റിയ ഒരാളാണ് അദ്ദേഹം. ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ഒരു വലിയ നേതാവ്, നല്ല ഏറ്റവും മികച്ച, ഇതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സ്പീക്കറായിരുന്നു PA സഗ്മ. അങ്ങനെയുള്ള ആളുകളൊക്കെ തഴഞ്ഞ് പോയിട്ട് അവരെ. പക്ഷേ മറ്റൊരു ചരിത്രം കൂടെ ഉണ്ട്. ഈ പോയവരെല്ലാം പിന്നീട് കുടുംബവാഴ്ചയായി അവരുടെ പാർട്ടികളിലെല്ലാം. സാഗ്മയുടെ മകൾക്ക് വരേണ്ടി വരുന്നു അല്ലേ? അതൊരു മറ്റൊരു അല്ല, കുടുംബവാഴ്ചയല്ല, അത് മക്കൾ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. കുറെ മക്കൾ രാഷ്ട്രീയം. കുടുംബവാഴ്ച കുടുംബമാണ് നയിക്കേണ്ടത്, അത് പാർട്ടിയുടെ അടിസ്ഥാന തത്വമാണ്. അവരില്ലെങ്കിൽ പാർട്ടി ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനം കോൺഗ്രസിൽ ഇപ്പോഴതാണല്ലോ കോൺഗ്രസിനെ പറയുന്നത്. നെഹ്റു കുടുംബം ഇല്ലെങ്കിൽ ഇതില്ല, അങ്ങനെ ഒരു പാർട്ടി നിൽക്കില്ലല്ലോ. ഇല്ല, അതാണ് ഗാന്ധിയുടെ ഇവിടെ റജി വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്. കാരണം ശിഥിലമായി പോയ കോൺഗ്രസിനെ ഏകോപിപ്പിക്കാൻ ഇനി നെഹ്റു കുടുംബത്തിൽ ഒരാൾ വേണം, ഇല്ലെങ്കിൽ ആ നെഹ്റു കുടുംബത്തിന്റെ ജീവിത പങ്കാളിയെങ്കിലും വേണം എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടാണെന്ന്. ഷട്ടർ ഇടണ്ടേ ഒരു ജനാധിപത്യ പ്രസ്ഥാനം? അങ്ങനെ പറയുകയാണെങ്കിൽ ഷട്ടർ ഇടണ്ടേ അല്ലേ? പണ്ട് ഗാന്ധി ഷട്ടർ ഇടാൻ പറഞ്ഞതാണല്ലോ. അതെ, ഗാന്ധി പറഞ്ഞതാണ്. ഗാന്ധി ഷട്ടർ ഇടാൻ പറഞ്ഞ അധികാരമോഹം ഇവർക്കൊക്കെ ഉണ്ട് എന്നുള്ളവരാണ്. ഞങ്ങളാണ് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നതെന്നുള്ള തോന്നൽ കോൺഗ്രസുകാർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഗാന്ധി പറഞ്ഞത്. കോൺഗ്രസ് ഒരു സേവന സംഘടനയായിട്ട് നിലനിൽക്കണം. ഇവിടെ ഇന്ത്യ ഭരിക്കേണ്ടത് ഈ രീതിയിലല്ല. അദ്ദേഹത്തിന്റെ സങ്കല്പം തന്നെ വേറെയായിരുന്നു. അപ്പൊ അതിനൊക്കെ എതിർത്തുകൊണ്ട് ഗാന്ധിയൻ ഗാന്ധിയുടെ ജനാധിപത്യ സങ്കല്പത്തെ പൂർണ്ണമായിട്ടും തകർക്കുന്നതിൽ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്ക് പങ്കുണ്ടായിരുന്നു, ഒരു സംശയമില്ല. അതല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ പോലെ ഇപ്പോൾ ഏകാധിപതികൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു.